ണ്ടത് നമ്മൾക്ക് വരുന്ന കഷ്ടങ്ങൾ ഇവിടെ വായിക്കുന്നു. 1:4 ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിനുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടങ്ങളിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ വിടുതലുകാരൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചു പോയാൽ ആശ്വാസം കിട്ടുകയില്ല. ആ കഷ്ടത്തിൽ നിന്ന് തൽക്കാലം ഒരു വിടുതൽ പ്രാപിക്കും. പ്രിയമുള്ളവരെ, വിടുതൽ ശുശ്രൂഷ വേദപുസ്തകപ്രകാരം അല്ലവേ അല്ല. ദൈവവചനത്തിൽ അതിന് ഒരു ചെറിയ വാക്യം പോലും ഇല്ല. നിങ്ങളെല്ലാം തേടി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ വാക്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാട്ടെ. ഈ വിടുതൽ ശുശ്രൂഷ 100% സാധാന്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുന്നതാണ്. ദൈവസഭയെ, വിശുദ്ധന്മാരെ പൂർണ്ണരാക്കാതിരിക്കാൻ സാത്താൻ അഭിഷേകം ചെയ്ത് വിട്ടതാണ് ഈ വിടുതൽ ശുശ്രൂഷക്കാർ. ഈ വിടുതൽ ശുശ്രൂഷക്കാരെ സാത്താൻ അഭിഷേകം ചെയ്ത് വിട്ടിരിക്കുകയാണ് സഭയിൽ. കഷ്ടങ്ങളിൽ കൂടെ ഓരോരുത്തരെ ദൈവം തൻ്റെ മണവാട്ടിക്ക് തുല്യരാക്കി തീർക്കുവാൻ, അവരുടെ പ്രയാസങ്ങൾ മാറ്റി, കഷ്ടങ്ങൾ മാറ്റി, അവരുടെ ഓരോ സ്വഭാവങ്ങൾ മാറ്റി അവരെ ശുദ്ധീകരിക്കാൻ ദൈവം പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ സാത്താനാൽ അഭിഷേകം ചെയ്യപ്പെട്ട വിടുതൽ ശുശ്രൂഷക്കാർ അന്യഭാഷയും പ്രവചനവും പറഞ്ഞുകൊണ്ട് അവരുടെ വിടുതൽ മാറ്റിക്കളയുകയാണ്. ദൈവസഭയെ നശിപ്പിക്കുകയാണ്. കേരളത്തെ നശിപ്പിച്ചു. വളരെ വേദനയുണ്ട്. പിതാക്കന്മാർ എത്ര വില കൊടുത്ത് കഷ്ടത സഹിച്ച് ഉറച്ചു നിന്ന വിശ്വാസത്തെ വിൽക്കുന്ന വിടുതൽകാർ, സാത്താനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവർ, ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. ആ വിടുതൽകാരുടെ ആത്മാവിൽ നിന്ന് അവർ വിടുതൽ പ്രാപിക്കണം. അവർ വചനപ്രകാരം മടങ്ങി വരണം. നാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ നാം എന്തായി തീരണം? കഷ്ടത്തിൽ കൂടെ പോയി ആശ്വാസം പ്രാപിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയുകയുള്ളൂ. മുൻകാലങ്ങളിൽ ആരും ആശുപത്രിയിൽ പോവുകയില്ലായിരുന്നു. ഇന്ന് പെന്തക്കോസുകാർ തന്നെ ആശുപത്രി പണിയാൻ തുടങ്ങിയിരിക്കുക. വിടുതലുകാരുടെ കൂട്ടം കൂടി 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 പെന്തക്കോസുകാരനെ ആശുപത്രി പണിയാൻ തുടങ്ങി. കാരണം ആശ്വസിപ്പിക്കാൻ ആരുമില്ല, രൂപ കൊടുക്കാൻ ആളുണ്ട്. ഇതിനു മുൻപാണെങ്കിൽ ഒരാൾ രോഗിയാണെങ്കിൽ, മത്തായിച്ചൻ രോഗിയാണെങ്കിൽ ചാക്കോച്ചനും മറിയാമ്മയും എല്ലാവരും കൂടെ വന്ന് ചുറ്റുപാട് വരുന്ന ആശ്വാസത്തിന്റെ പാട്ടുകൾ പാടിക്കഴിയുമ്പോൾ അവരുടെ വേദന അങ്ങ് മറക്കും. അവർ ആത്മാവിൽ കർത്താവിനെ ആരാധിക്കും. ആ രോഗം വന്നതിന്റെ കാരണം മനസ്സിലാക്കി ശുദ്ധീകരണം പ്രാപിച്ച് സൗഖ്യം പ്രാപിക്കും. അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. നമ്മൾക്ക് വരുന്ന ചെറിയ കാര്യം സാത്താന് നമ്മളെ ഒരു വിധത്തിൽ നമ്മുടെ പുറകെയല്ല നടക്കുന്നത്. ദൈവം അനുവദിക്കാതെ അവൻ നമ്മളെ തൊടാൻ കഴിയുകയില്ല. ദൈവം അനുവദിക്കും നമ്മളെ തൊടുവാൻ. അതെന്തിനു വേണ്ടിയാണ്? നാം കഷ്ടങ്ങളിൽ കൂടെ പോകുമ്പോൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ നമ്മൾ എന്തായിത്തീരും? യോഗ്യരായിത്തീരും. അതിൻ്റെ 5-ാം വാക്യം, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ ക്രിസ്തുവിനാൽ ഞങ്ങളെ ആശ്വാസവും പെരുകുന്നു. ഹല്ലേലൂയ. കഷ്ടങ്ങൾ ഓരോന്നോരോന്ന് നമ്മൾ സഹിക്കുമ്പോൾ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം മറ്റുള്ളവർക്കും കൊടുക്കുവാൻ നാം എന്താകുന്നു? ഒരുക്കമുള്ളവരായിത്തീരുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. എന്താ എഴുതിയിരിക്കുന്നത്? ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. രക്ഷ എന്നുള്ള ശബ്ദം എന്തുകൊണ്ടാണ് വന്നത്? അത് ഫിലിപ്പിയ ലേഖനം 2:12 ചേർത്ത് വായിച്ചാൽ മനസ്സിലാകും. നിങ്ങളുടെ ഏറ്റവും ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ദൈവമക്കൾക്ക് ആവശ്യമായിരിക്കുന്ന വിശ്വാസം ഏതാണ്? 1 പത്രോസ് 1:7 വായിച്ചാൽ, 1 പത്രോസ് 1:7. ഏത് വിശ്വാസമാണ് നമ്മൾക്ക് വേണ്ടിയത്? പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടണം. ഇന്ന് നമ്മൾക്ക് വിശ്വാസം ഒത്തിരിയുണ്ട്, പരിശോധിക്കപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തു, ഞാൻ നിങ്ങളെ രോഗശാന്തിയുടെ കാര്യം പറയുകയല്ല, രോഗശാന്തിയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്.
ഇതിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൻ്റെ ദാസന്മാർ രോഗം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ കർത്താവിൽ കൂടെ ആശ്വാസം പ്രാപിക്കും. അവരുടെ വിശ്വാസം പരിശോധിക്കപ്പെടും. ഇന്ന് അങ്ങനെ നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടുവാൻ നമുക്ക് സാവകാശം ലഭിക്കുന്നില്ല. എന്തെങ്കിലും ഒരു രോഗം വന്നാൽ എല്ലാവരും കൂടെ കൂടി ആശുപത്രിയിലാക്കി കർത്താവെ സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞങ്ങ് പോകും. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. ഒരാൾ രോഗിയായാൽ മറ്റുള്ളവരെല്ലാം അടുത്ത് കൂടിയിരുന്ന് കർത്താവേ വേദന കൂടുമ്പോൾ എന്താണ് കർത്താവേ ഈ വേദന, എന്താണ് ഈ കർത്താവേ ഈ വേദന എന്ന് മനസ്സിലാക്കി ശുദ്ധീകരണം പ്രാപിക്കുമായിരുന്നു. അങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കുമ്പോഴാണ് മറ്റുള്ള രക്ഷയ്ക്ക് നമ്മൾ കാരണമാകുന്നത്. അങ്ങനെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും രോഗികളായെങ്കിൽ അവരോട് പറയും, പ്രിയ സഹോദര, ജീവിതത്തിൽ ഏതെങ്കിലും കുറവ് കാണും. ഇപ്പം ഉദാഹരണമായി ഞാൻ എൻ്റെ ഒരു കാര്യം തന്നെ അങ്ങ് പറയാം. നിങ്ങളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഞാനിവിടെ നിങ്ങളെ വചനം പഠിപ്പിക്കാനായിട്ട് വന്നു. ചെവിക്ക് ഒരു വേദന തുടങ്ങി. ചെവിക്ക് വേദന തുടങ്ങി. രാത്രി മുഴുവനും ഭയങ്കര വേദന. സഹിക്കാൻ വയ്യ. എഴുന്നേറ്റ് നടന്നു, സ്തോത്രം പറഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞു, വേദന പോകുന്നില്ല. ഉടനെ ഒരു സഹോദരൻ വന്ന് പറയും, സഹോദര, ഒരു ചെറിയ ഇഞ്ചക്ഷൻ നടത്തിയാൽ വേദനയൊക്കെ അങ്ങ് മാറും. നാളെ നല്ലപോലെ ബൈബിൾ ക്ലാസ് നടത്താമല്ലോ. ഞാൻ ചെന്ന് ചെറിയൊരു ഇഞ്ചക്ഷനൊക്കെ എടുത്തു. പിറ്റേ ദിവസം ഇവിടെ വന്ന് നല്ലപോലെ പ്രസംഗിക്കും. എന്നാൽ വേറൊരു വഴിയുണ്ട്. കർത്താവേ, ഈ വേദന എന്തുകൊണ്ടാണ് നീ അനുവദിച്ചത്? പിറ്റേ ദിവസം ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ക്ലാസ് എടുക്കാൻ വയ്യ സഹോദരന്മാരെ, എൻ്റെ വാ തുറക്കാൻ വയ്യ, ഞാൻ വളരെ വേദന അനുഭവിക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു പോയി. ക്ലാസ് എടുത്തില്ല, റൂമിൽ പോയിരുന്ന് കർത്താവേ എന്താണ്, ഉറക്കമില്ല. അപ്പോൾ ഒരു ശബ്ദം, മകനെ, നീ കേൾക്കാണ്ടതെല്ലാം കേൾക്കാനായിട്ട് നിൻ്റെ ചെവി കൊടുക്കുന്നുണ്ട്, അതെനിക്കിഷ്ടമല്ല. എല്ലാം കേൾക്കാൻ നിൻ്റെ ചെവി കൊടുക്കുന്നുണ്ട്. ഉടനെ കർത്താവിനോട്, കർത്താവേ, വേണ്ടാത്തതൊന്നും കേൾപ്പാൻ ഞാൻ എൻ്റെ ചെവി ഇനിയും കൊടുക്കയില്ല, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ സൗഖ്യം ആരംഭിക്കും. ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് വന്ന് പ്രസംഗിക്കാം, അന്ന് ശുദ്ധീകരണം ഉണ്ടാകത്തില്ല. എന്നാൽ ഒരു രാത്രിത്തെ യോഗത്തിന് പ്രസംഗിച്ചില്ലെങ്കിലും കർത്താവ് പറഞ്ഞ, ശാമുവേലേ, നിൻ്റെ പ്രസംഗമല്ല വേണ്ടത്, നിൻ്റെ ശുദ്ധീകരണമാണ് എനിക്ക് വേണ്ടത്. നീ എന്നെപ്പോലെ ആയിത്തീരണം, അതാണ് എനിക്ക് ആവശ്യം. അപ്പോൾ കർത്താവ് എന്ന് പറയും, നീ പോയി ശുദ്ധീകരണം പ്രാപിക്കുക. പ്രിയമുള്ളവരെ, ഇങ്ങനെയാണ് ദൈവസഭയിലുള്ളവർ കൃപയ്ക്കുമേൽ കൃപ പ്രാപിച്ചു പോകുന്നത്. ശുദ്ധീകരണത്തിന്മേൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾക്ക് വിടുതലല്ല വേണ്ടിയത്. കഷ്ടങ്ങളിൽ കൂടെ പോകുമ്പോൾ കർത്താവേ, സഹിക്കുവാൻ പ്രയാസമാണ്, കൃപ പകരണമേ. കർത്താവ്, എന്തുകൊണ്ടാണ് ഈ പ്രയാസം എനിക്ക് വരുന്നത്? അത് പണത്തിൻ്റെ പ്രയാസമായാലും, രോഗമായാലും, ദുഃഖമായാലും, കുടുംബത്തിൻ്റെ പ്രയാസങ്ങളായാലും, കർത്താവെ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ഞാൻ ശക്തരാകുന്നതിന് വേണ്ടി നീ എനിക്ക് അയച്ച ഈ കഷ്ടങ്ങൾക്കായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറയട്ടെ, നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവിനോട് നമ്മൾ നന്ദി കൂടുതൽ പറയുന്നത് നമ്മൾ അനുഭവിച്ച കഷ്ടങ്ങൾക്ക് വേണ്ടിയാണ്. കർത്താവെ, നീ ആ കഷ്ടം അവിടെ അനുഭവിച്ച് തന്നതിനാൽ സ്തോത്രം, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ജയിച്ചു. നീ ഇവിടെ ഈ കഷ്ടം തന്നതിനാൽ സ്തോത്രം, അതെല്ലാം തന്നതിനാൽ ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടു എന്നാണ് നമ്മൾ പറയുവാൻ പോകുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ നാം ഈ കഷ്ടങ്ങളിൽ കൂടെ പോയേ മതിയാകുകയുള്ളൂ. സ്തോത്രം. എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഒന്നല്ല, അനേകം. ഒരു പ്രാവശ്യം ഞങ്ങൾ ഉദംപൂരിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുമ്പോൾ ആഹാരമൊന്നുമില്ല. ഒരു ദിവസം ഒട്ടും ആഹാരമില്ല. രണ്ടാമത്തെ ദിവസം ഒട്ടും ആഹാരമില്ല, വെറും വെള്ളം മാത്രം. മൂന്നാമത്തെ ദിവസം എൻ്റെ മകൻ, സ്കൂളിൽ പഠിക്കുന്ന മകൻ, ഇപ്പോൾ കർത്താവിൻ്റെ വേലയിലയക്കുന്ന മകൻ, രാത്രി 9-10 മണി ആയപ്പോൾ കരഞ്ഞ് സ്കൂളിൽ പഠിക്കുകയാണ്. ആഹാരം ഒന്നുമില്ല. ഒരു ഗ്ലാസ് പാല്, ചൂടുള്ള ഒന്നും കൊടുക്കാൻ ഒന്നുമില്ല, ഒരു പച്ചില പോലുമില്ല. അങ്ങനെ നിലയിലാണ്. അപ്പം അവൻ കരഞ്ഞ് അവൻ്റെ അണ്ണാക്കിൽ പറ്റിയതുപോലെ തോന്നി. അന്നേരം ഒരു 10 മണി ആയപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, പപ്പാ, നാളെ വല്ലതും കിട്ടുമോ എന്ന് പറഞ്ഞ് അങ്ങ് മയങ്ങി അവൻ. അപ്പോൾ ഞാൻ അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പ്രിയമകനെ വിശപ്പ് കൊണ്ട് മരിക്കുന്നുവെങ്കിൽ ഞാൻ നിനക്ക് സ്തോത്രം പറയുന്നു. എൻ്റെ മകൻ മരിച്ചതുകൊണ്ട് എനിക്ക് ദുഃഖമില്ല. കർത്താവ്, ജമ്മു കാശ്മീരിൽ നിന്ന് എനിക്ക് ആത്മാക്കളെ തരയണമേ. അവനങ്ങ് മയങ്ങി കിടന്നു. വെളുപ്പിന് 4 മണിക്ക് അവിടുന്ന് 7
കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്തു നിന്ന് ഒരു ഹിന്ദു പൂജാരി, പണ്ഡിത് ബ്രാഹ്മണൻ പൂജാരി വന്ന് 4 മണിക്ക് കതക് തട്ടുകയാണ്. അപ്പം ഞാൻ ചെന്ന് കതക് തുറന്നപ്പോൾ ഒരു സഞ്ചിക്കകത്ത് അരിയും കുറച്ച് ഗോതമ്പും കുറച്ച് സബ്ജിയും എല്ലാം കൂടെ കൊണ്ടുവന്നിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഞാൻ ഇതിനു മുമ്പ് അദ്ദേഹത്തോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ ഹിന്ദു പൂജാരിയാണ്, എന്നാൽ അവൻ കർത്താവിൽ വിശ്വസിച്ചിട്ടില്ല. ഞാൻ ഒരു ട്രാക്സോ ചെറിയ ബുക്കിലെറ്റോ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ്. ഉടനെ അവൻ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് 2 മണിക്ക് എഴുന്നേറ്റ്, കാരണം പുതിയ വർഷം തുടങ്ങുകയാണ്, അപ്പോൾ ഞങ്ങളെ ക്ഷേത്രത്തിൽ എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇത് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് നിൻ്റെ മുഖം ഓർമ്മ വന്നു. പെട്ടെന്ന് ഇത് നിൻ്റെ വീട്ടിൽ കൊടുത്തിട്ട് വന്ന് പൂജ ചെയ്താൽ മതിയെന്ന്. എന്താ പറയുന്നത്? എനിക്ക് എത്രയും വേഗം കൊണ്ട് തന്നിട്ട് തിരിച്ചു വന്നിട്ട് പൂജ ചെയ്താൽ മതി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നതാ, എന്നെ അനുഗ്രഹിച്ച് അങ്ങ് വിടാൻ പറഞ്ഞു. എന്നേക്കാൾ പ്രായമുള്ള ഒരാളാണ്. അപ്പോൾ ഞാനത് മേടിച്ച് കർത്താവിനപ്പോൾ മകൻ ഉണരുന്നതിന് മുമ്പേ ഭാര്യയെ പെട്ടെന്ന് ആഹാരമെല്ലാം പാചകം ചെയ്ത് കർത്താവ് കൊടുക്കുവാനിടയായി. അപ്പോൾ ഞാൻ ആ കഷ്ടത്തിൽ കൂടെ പോയതുകൊണ്ട് കർത്താവിന് വേണ്ടി പട്ടിണിയിൽ കിടക്കുന്നവരെ ആശ്വസിപ്പാൻ ഞാൻ എന്തായി തീർന്നു? പ്രിയ സഹോദരാ, നീ ഭാരപ്പെടേണ്ട, ദൈവം തക്ക സമയത്ത് നിനക്ക് നൽകും. എനിക്കത് അനുഭവമില്ലെങ്കിൽ ഞാൻ എങ്ങനെ ആശ്വസിപ്പിക്കും? അതുപോലെ ഏത് കഷ്ടങ്ങളിലുള്ളവരെയും നിങ്ങളെ ആശ്വാസപ്രദരാക്കി തീർക്കേണ്ടതിനു വേണ്ടി സ്വർഗത്തിനായ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്ത് ആ കഷ്ടങ്ങളുടെ മാർഗങ്ങളിൽ കൂടെ നടത്തും. അന്നേരം കർത്താവ് എന്നെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ഈ രോഗത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, തിരുവല്ലായിൽ ഒരു പ്രാവശ്യം ഷാരോനിലെ ഒരു കർത്താവിൻ്റെ ദാസനാണ്, പ്രായമുള്ള ഒരു കർത്താവിൻ്റെ ദാസനാണ്. അദ്ദേഹത്തിൻ്റെ വയറിങ്ങനെ വീർത്ത് ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, എന്നോട് ക്ഷമിക്കണം. കർത്താവിൻ്റെ ഒരു പ്രായമുള്ള കർത്താവിൻ്റെ വലിയ ദാസനാണ്. 6 മാസത്തോളം വയറിങ്ങനെ വീർത്തിരിക്കുകയാണ്. ആ കർത്താവിൻ്റെ ദാസൻ്റെ കിടക്കയിൽ നിന്നുകൊണ്ട് എനിക്ക് വളരെ അനുഗ്രഹം പ്രാപിക്കാനിടയായി. എന്ത് വേദനയാണ് സഹിച്ചുകൊണ്ടിരുന്നത് ആ കർത്താവിൻ്റെ ദാസൻ. വേണമെങ്കിൽ പോയി 2 ഇഞ്ചക്ഷനൊക്കെ എടുത്ത് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു, അപ്പച്ച, ഞാൻ അപ്പച്ച എന്നാണ് വിളിച്ചത്, അപ്പച്ച, ഞാനൊന്ന് എനിക്ക് അത്രയും പ്രായമില്ല, അപ്പച്ച വേദന ഒന്ന് പറഞ്ഞു, മോനെ വേദന കുറച്ച് കൂടുതലുണ്ട്. പിന്നെ എങ്ങനെയുണ്ട്? എൻ്റെ കർത്താവ് സഹിച്ച കഷ്ടങ്ങളെ ഞാൻ ഓർത്തുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ വീർത്ത വയറിൽ കിടക്കുമ്പോൾ എൻ്റെ കർത്താവേ, എനിക്കും ഇതിനൊരു ഭാഗ്യം ലഭിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. അതുകൊണ്ട് കഷ്ടത എന്ന് പറയുന്നത് നിന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലൊരു പ്രസംഗപീഠമാണ് കഷ്ടതയാകുന്ന പ്രസംഗപീഠം. അത് രോഗമായിക്കൊള്ളട്ടെ, അത് ആഹാരമില്ലാത്ത അവസ്ഥയായിക്കൊള്ളട്ടെ, എതിർപ്പായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി തരുന്ന ഒന്നാമത്തെ നല്ല പ്രാക്ടിക്കൽ പ്രസംഗപീഠമാണ് കഷ്ടതയുടെ തീച്ചൂള. അതുകൊണ്ട് കഷ്ടതയുടെ തീച്ചൂളയിൽ നിന്ന് വിടുതലല്ല പ്രാപിക്കേണ്ടത്. കർത്താവേ, നീ എനിക്ക് പ്രമോഷൻ തരാനായി തീരുമാനിച്ചിരിക്കുന്നു, നീ എനിക്ക് പ്രമോഷൻ തരാനായി തീരുമാനിച്ചിരിക്കുന്നു. എനിക്കിത് സഹിക്കാൻ പ്രയാസമാണ് കർത്താവേ, ഞാൻ മനുഷ്യനായതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പ്രയാസമാണ്. എൻ്റെ കർത്താവേ, നീ എന്നോട് ചേർന്ന് നിൽക്കണമേ, നീ എന്നെ ആശ്വസിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കാൻ തുടങ്ങും. നിങ്ങളുടെ പിതാക്കന്മാരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും, അല്ലെങ്കിൽ നിങ്ങൾ ചിലർ ഇങ്ങനെയുള്ളതായ പ്രയാസങ്ങൾ കൂടെ കടന്നുപോയി കാണും. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എത്ര പ്രയാസങ്ങളിൽ കൂടെ, രോഗങ്ങളിൽ കൂടെ കടന്നു പോകുവാൻ കർത്താവ് ഞങ്ങൾ ഭാഗ്യം നൽകി. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾക്ക് വരുന്ന കഷ്ടങ്ങളിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം അനുഭവത്തിന് വേണ്ടി. ഇതേ മകൻ ഫിന്നി 13-ാമത്തെ വയസ്സായപ്പോൾ ടൈഫോയിഡായി. ടൈഫോയിഡ് ആയി രോഗമായി അങ്ങ് മരണത്തോളമായി. 16 ദിവസം ഭ്രാന്തനായി കിടന്നു. 16 ദിവസം പ്രാർത്ഥന. ഞാനോ ഭാര്യയോ അവനെ പിടിച്ചു തിട്ടിയില്ലെങ്കിൽ എഴുന്നേറ്റോടും. എന്നെ കണ്ടാൽ എൻ്റെ മുഖത്ത് തുപ്പും, എൻ്റെ ചെവി പിടിച്ച് ചെവിക്ക് തുപ്പും. അങ്ങനെ പനി തലയ്ക്ക് കയറി അങ്ങനെയായി. അപ്പോൾ ചിലർ പറഞ്ഞു AM ശാമുവേൽ ഏതോ വലിയ പാപം ചെയ്തു, അതുകൊണ്ട് ദൈവം ശിക്ഷിച്ചതാണ്. മറ്റു ചിലർ പറഞ്ഞു AM ശാമുവേലേ നീ മാനസാന്തരപ്പെട് എന്നൊക്കെ പറയാനൊക്കെ തുടങ്ങി. ഞാൻ പറഞ്ഞു സ്തോത്രം കർത്താവേ. അപ്പോൾ ഞാൻ മിലിറ്ററിയിൽ അവിടെ ഞാൻ ക്യാപ്റ്റനായിട്ടിരുന്നാണ്. അപ്പോൾ മിലിറ്ററി ഹോസ്പിറ്റലിൽ ചിലർ വന്ന് പറഞ്ഞു ഞങ്ങൾ രാത്രിയിൽ ആംബുലൻസ് കൊണ്ടുവന്നിട്ട് അവനെ ട്രീറ്റ് ചെയ്തോളാം. ഞാൻ പറഞ്ഞു ഇവിടെ ഡോക്ടർ അവനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്നെയും പ്രത്യേകിച്ച് അതിനുവേണ്ടി ഒന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞവരെ പറഞ്ഞാൽ വേണ്ടിയായി. 33-ാമത്തെ ദിവസം, അങ്ങനെ 32 ദിവസം രോഗിയായി, 16 ദിവസം പ്രാന്തനായി കിടന്നു. 33-ാമത്തെ ദിവസം
എൻ്റെ കൂടെ മിലിറ്ററിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന 5 ഓഫീസർമാർ, അവരിൽ 3 പേര് എൻ്റെ സീനിയേഴ്സായിരുന്നു, 2 പേര് ജൂനിയർമാർ, 5 പേര് ഒന്നിച്ചു വന്നു. എൻ്റെ റെജിമെൻറ്റിൽ 33 എഞ്ചിനീയർ ഓഫീസേഴ്സ് ഉണ്ട്. ഞാനതിൽ നിന്ന് റിസൈൻ ചെയ്ത് കർത്താവിൻ്റെ വേലയ്ക്കായി വന്നു. അവരെല്ലാം കൂടി അവർക്കെങ്ങനെയോ ഈ വിവരം അറിഞ്ഞിട്ട് അവർ വിചാരിച്ചു എനിക്ക് സ്കൂളിൽ വിടാൻ പണമില്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ മകൻ ചത്തോട്ടെ എന്ന് ഞാൻ ചിന്തിക്കുകയാണെന്ന് വിചാരിച്ച് അവർ ഓഫീസേഴ്സ് എല്ലാം കൂടി ഒരു പ്ലാൻ ഒരുക്കി. എന്നിട്ട് വന്ന് 5 ഓഫീസേഴ്സ് വന്ന് പറയുകയാണ്, ഞങ്ങളെല്ലാം കൂടെ ഓഫീസേഴ്സ് എല്ലാം കൂടെ തീരുമാനിച്ചു നിൻ്റെ മകൻ്റെ സ്കൂളിൻ്റെ ചിലവെല്ലാം ഞങ്ങൾ വഹിച്ചോളാം. അവർ വന്ന് മകനെ നോക്കിയപ്പോൾ അവൻ പ്രാന്തനെ പോലെ കിടക്കുകയാണ്. എന്നിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ്റെ സ്കൂളിൻ്റെ ചിലവെല്ലാം ഞങ്ങൾ വഹിച്ചോളാം എന്നെന്നോട് പറഞ്ഞു. ഞാൻ ആ മുറിയിലിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പച്ച ഇതുകൂടെ കേൾക്കണോ? അപ്പോൾ അവരെന്താ പറയുന്നത്, ഞാൻ അവനെ കൊല്ലാനായിട്ടിട്ടിരിക്കുകയാണ്, സ്കൂളിൻ്റെ ചിലവ് ഫീസെല്ലാം അവരെല്ലാം കൂടെ വഹിച്ചോളാം എന്ന് പറയും, ഇതുകൂടെ കേൾക്കണോ? ഉടനെ കർത്താവ് പറഞ്ഞു, മകനെ നിൻ്റെ മകൻ സൗഖ്യമായിരിക്കുന്നു. ഞാൻ ഒടുവിൽ മുറിയിലോട്ട് ചെന്നപ്പോഴത്തേക്ക് എൻ്റെ മകൻ പപ്പാ എന്ന് വിളിക്കാൻ തുടങ്ങി. 30 ദിവസം ഞാൻ അവനെ കോരി എടുത്തുകൊണ്ട് വന്നപ്പം വെറും അസ്ഥി മാത്രമേ ഉള്ളൂ. കോരി എടുത്തുകൊണ്ട് മുൻപോട്ട് കൊണ്ടപ്പോൾ ആ 5 ഓഫീസേഴ്സിനെ അവൻ നല്ലപോലെ നേരത്തെ അറിയാമായിരുന്നു. അങ്കിൾ ഓരോരുത്തരെ കണ്ട് അവരോട് സംസാരിച്ചു. 5 പേര് മുട്ടുകുത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിൻ്റെ ദൈവം സാക്ഷാൽ ദൈവം തന്നെ. 5 പേരും മുട്ടുകുത്തുവാനിടയായി. എന്നാൽ 33 ദിവസം ഞങ്ങൾ വേദനയിൽ കൂടെ കടന്നു പോകേണ്ടത് വന്നു. 33ാമത്തെ ദിവസം പെട്ടെന്ന് ദൈവം അവനെ സൗഖ്യമാക്കി. ഞാൻ പറഞ്ഞത്, പ്രിയമുള്ളവരെ, കഷ്ടതയാകുന്ന തീച്ചൂള നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങുവാൻ ഞാൻ നിങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഏതൊരു കഷ്ടത്തിലിരിക്കുന്നവരെയും ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ എന്തായിത്തീരുന്നു ആകേണ്ടതിന്. ഇനി അതിൻ്റെ വായിച്ചാട്ടെ. ഞങ്ങൾ അതിൻ്റെ 6-ാം വാക്യം മുതൽ, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസം രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങൾ സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിന് ഫലിക്കുന്നു. നിങ്ങൾ കഷ്ടങ്ങൾ കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. കഷ്ടങ്ങൾക്ക് കൂട്ടാളി, അപ്പോൾ ആശ്വാസത്തിനും കൂട്ടാളികളാകുന്നു. സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങളുടെ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ ശക്തിക്ക് മീതെയായി കഷ്ടം വരും. അപ്പോഴെന്താണ്? അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്നുള്ളതിൽ ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ പരിശോധന അതികഠിനമായതാണെന്ന് വരും. എന്നാൽ സിയോനിലെ യാത്രക്കാരായ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ആഴമായി മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനയുടെ മധ്യത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ശ്രദ്ധയോടെ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മളെ സ്വർഗത്തിൽ നിന്ന് ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അങ്ങനെ നമ്മുടെ കഷ്ടങ്ങളിൽ കൂടെ നമ്മുടെ ഉള്ളിലുള്ള അശുദ്ധിയെല്ലാം ഉരുകി മാറി നാം അവനെ പോലെ ആയിത്തീരണം. അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ ദൈവസഭയിൽ കർത്താവിനോടുകൂടെ മണവാട്ടിയായി ആ ഉന്നത വിളിക്ക് യോഗ്യരായി തങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങനെ ബോധ്യമുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നത് ഒരു ശുശ്രൂഷയാണ്. കഷ്ടത ഒരു വരമാണ്. ഫിലിപ്പിയ ലേഖനം 1:29 വായിച്ചാൽ. ഫിലിപ്പിയ ലേഖനം 1:29. ഫിലിപ്പിയൻസ് 1:29. ഹല്ലേലൂയ. 9 വരത്തിൻ്റെ കൂടെ ഇതൊന്നുകൂടെ ചേർത്താൽ 10 വരമുണ്ട്. 9 ആത്മീയ വരങ്ങളുണ്ട്, അതിൻ്റെ കൂടെ കഷ്ടതയാകുന്ന വരം. ഈ മറ്റ് 9 വരങ്ങൾ നമ്മൾക്കുണ്ടെങ്കിൽ കൃപയാൽ ഈ വരങ്ങളൊക്കെ അനുഭവിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ സ്തോത്രം ചെയ്യുന്നു.
രോഗശാന്തിയുടെ അത്ഭുതങ്ങളുടെ വരങ്ങളെല്ലാം അനുഭവിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകി. വ്യാഖ്യാനം, പ്രവചനമെല്ലാം. എന്നാൽ ഈ വരങ്ങളിൽ എല്ലാ വരങ്ങളെക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് ഒടുവിലത്തെ 10ാമത്തെ വരം, ആ കഷ്ടതയാകുന്ന വരം. ഈ 9 വരവും ബലൂണ് പോലെ നമ്മളെ വീർപ്പിക്കുന്നതാണ്. അവിടെ ചെന്ന് രോഗികളെ സൗഖ്യമായി, മരിച്ചവർ എഴുന്നേറ്റു, ഇതായിപ്പോൾ നമ്മൾ. എന്നാൽ ഈ കഷ്ടതയാകുന്ന വരം എന്ന് പറഞ്ഞാൽ മുഴുവൻ സുഷിരമാണ്, മുഴുവനും എത്ര ഊതിയാലും വീർക്കുന്നതല്ല. ഈ കഷ്ടതയാകുന്ന വരം കൊണ്ട് ഒരിക്കലും നീളമുണ്ടാകയില്ല. അതുകൊണ്ട് ഏറ്റവും സേഫ് വരം എന്ന് പറയുന്നത് ഏതാണ്? കഷ്ടതയാകുന്ന വരം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ശരീരത്തിനു വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന ആ വരം, അതിനെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നത്. കൊലോസ്യ ലേഖനം 1-ന്റെ 24 വായിച്ചാൽ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായി അവന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ പാപത്തിനു വേണ്ടിയുള്ള സകല കഷ്ടവും കർത്താവായ യേശു ക്രിസ്തു സഹിച്ചു കഴിഞ്ഞു. എന്നാൽ സഭയിലുള്ള ഓരോ വിശ്വാസികളെയും പൂർണ്ണതയിലേക്ക് നടത്തുവാൻ അപ്പോസ്തലനായ പൗലോസ് കഷ്ടങ്ങളിൽ കൂടെ പോകുമ്പോൾ അവന് ലഭിക്കുന്ന ആശ്വാസം കൊണ്ട് മറ്റുള്ള കഷ്ടങ്ങളിൽ ഇരിക്കുന്നവരെ കണ്ടിട്ട് പറയും, ചാക്കോച്ച, ഞാനും ഇങ്ങനെ ഈ രോഗത്തിൽ കൂടെ ഒക്കെ പോയതാ, ഒടുവിൽ കർത്താവ് എന്നെ വിടുവിച്ചു, എന്നെ ശുദ്ധീകരിച്ചു. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആശ്വാസം പറയാൻ കഴിയും. മറിയാമ്മ സഹോദരി, ഞാനും ഈ വേദനയിൽ കൂടെ പോയതാണ്, എന്നാൽ എൻ്റെ കർത്താവ് കൂടെ ഇരുന്നു, എന്നെ വിടുവിച്ചു, ഞാനതിൽ ശുദ്ധീകരണം പ്രാപിപ്പാനിടയായി. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണ്? ഞാനതിൽ സന്തോഷിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്, അപ്പോൾ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാകുവാനുള്ളതായ ഭാഗ്യം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ആ ഭാഗ്യമല്ല വേണ്ടത്, എങ്ങനെയും വിടുതലാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചന പ്രകാരം നമ്മളെ തന്നെ സമർപ്പിക്കാം. അങ്ങനെ ചില കഷ്ടങ്ങളിൽ കൂടെ ഓരോരുത്തർ തികച്ചു പ്രാപിച്ചു വരുമ്പോൾ തേജസ്സിന്മേൽ നാം തേജസ് പ്രാപിച്ചവരായി അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. അപ്പോൾ നമ്മളെ രൂപാന്തരപ്പെടുന്നതാണ് സകലവിധ കഷ്ടങ്ങൾ. മലാക്കിയുടെ ലേഖനത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും പെട്ടെന്ന് മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 2, 3 വായിച്ചാട്ട്. അവൻ ഊതിക്കഴിക്കുന്നവരുടെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും എന്ന് പറഞ്ഞാൽ, അലക്കുകാരൻ അലക്കുന്നത് പോലെ. നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഇപ്പോഴാ എല്ലാവരുടെയും വീടുകളിലെല്ലാം വാഷിംഗ് മെഷീനൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ അലക്കുകാരെന്ത് ചെയ്യും, എല്ലാവരുടെയും വസ്ത്രങ്ങളെല്ലാം മേടിച്ച് ഒരു രാത്രി മുഴുവനും കുറച്ച് ചാരമോ അല്ലെങ്കിൽ സോഡായോ ഇട്ടിട്ട് വെള്ളത്തിൽ ഇങ്ങനെ അത് തിളപ്പിച്ച് വയ്ക്കും. പിറ്റേ ദിവസം നദിയിലോ പുഴയിലോ കൊണ്ടുപോയി കല്ലേൽ ഇങ്ങനെ ഉറക്കെ അടിക്കും. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ചിലരെങ്കിലും. ചിലപ്പോൾ കർത്താവ് നമ്മെ അതുപോലെ അലക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ കർച്ചീഫ് ഞാൻ കഴുകുകയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും? വളരെ സ്നേഹത്തോടെ ഇത് കഴുകത്തുള്ളൂ. എന്നാൽ ഇത് അലക്കാരൻ്റെ കൊടുത്താൽ എന്തു ചെയ്യും? അവന് സ്നേഹമൊന്നുമല്ല, അടിച്ച് നല്ലപോലെ അടിച്ച് അലക്കും. എന്തിനാ? ആ കീറുന്നതല്ല അവന് പ്രശ്നം, അഴുക്ക് മുഴുവനും മാറണം. അതുപോലെ ചിലപ്പോൾ നമ്മുടെ പിതാവ് നമ്മളെ അലക്കും. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ്? നമ്മിലുള്ള സകല അശുദ്ധിയും മാറി നാം അവനെ പോലെ ആയിത്തീരണം. അലക്കും. സാത്താനല്ല,
അപ്പോൾ പറയും യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം, പുറപ്പെട്ടു പോ സാത്താനെ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും നീ എത്ര പറഞ്ഞാലും ഞാൻ വിട്ടുപോകുന്നില്ല, ഞാൻ സാത്താനല്ല. എത്ര പറഞ്ഞാലും വിട്ടുപോകുമെന്ന് പറഞ്ഞാലും ഒക്കുകയില്ല. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ അറിയാതെ കയറി കർത്താവിനെ എന്തു ചെയ്യും? സാത്താനെ വിട്ടുപോകുന്നങ്ങ് പറഞ്ഞു പോകും. അറിയുന്നില്ല, നമ്മൾ വിചാരിക്കുന്ന എല്ലാം സാത്താനാണെന്നാണ് വിചാരിക്കുന്നത്. ദൈവം അനുവദിച്ചിട്ട് മാത്രം. അതുകൂടാതെ പിന്നെ അതിൻ്റെ കീഴ്പോട്ട് വായിച്ചാട്ട് അലക്കാർ ചാരവെള്ളം പോലെയും ആ ആ പഴയ നിയമത്തെ വിശുദ്ധന്മാരെ ഇത്രയും ശുദ്ധീകരിക്കുന്നെങ്കിൽ പുതിയ നിയമ വിശുദ്ധന്മാരുടെ ശുദ്ധീകരണം ഇതിൽ കുറഞ്ഞതാണോ കൂടിയതാണോ? പറഞ്ഞാട്ട്. പുതിയ നിയമത്തിലുള്ള നമ്മെ അവനെ പോലെ ആക്കുവാൻ ആഗ്രഹിക്കുന്നതിനാൽ നമുക്ക് വേണ്ടിയുള്ള ശുദ്ധീകരണശാല വളരെ ചൂടേറിയതാണ്. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെ വായിച്ചാൽ അറിയാം. ദൈവം സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. അങ്ങനെ അങ്ങനെ നാം അവനെ പോലെ ആയി തീരാൻ നമ്മളെ ശിക്ഷിക്കുന്നു. ഈ വെള്ളി ഊതി കഴിക്കുന്നവരുടെ അവരുടെ ആ ഒരുക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി എങ്ങനെയാണെന്ന് അവരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, അവരെന്നെ കാണിച്ചു. വെള്ളി ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ കീഴിൽ ബ്ലോവർ വെച്ചിട്ട് ഉരുക്കുന്ന ഉടനെ അവർ നോക്കിക്കൊണ്ടിരിക്കും. അവരുടെ മുഖം നല്ലതുപോലെ കാണുന്നത് വരെ അത് ഉരുക്കും. അവർ പറഞ്ഞു, പൂർണ്ണമായി വെള്ളി മുഴുവൻ ശുദ്ധമായത് എങ്ങനെ അവർ നോക്കുന്നുണ്ടേ അവരുടെ മുഖം വളരെ നല്ലപോലെ കാണാമെങ്കിൽ അപ്പോൾ അവർക്ക് മനസ്സിലായി വെള്ളിയുടെ അഴുക്കെല്ലാം ഉരുകി താഴെയോട്ട് പോയി, അതിൻ്റെ കിട്ടമെല്ലാം താഴെ പോയി, നല്ല വെള്ളി മാത്രം മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അത് അതിൻ്റെ വക്കിൽ ഒരു ഹൂക്ക് പോലെ വെച്ചിട്ട് അതിൽ കൂടെ ഒഴിച്ചവർ വേറെയാക്കും. അതുപോലെ സ്വർഗത്തിലെ ദൈവം കഷ്ടതയാകുന്ന തീച്ചൂളയെ അടിയിൽ വെച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് നോക്കുകയാണ്. എൻ്റെ മകൻ്റെ മുഖത്ത് എൻ്റെ മുഖം എക്കനെ തെളിവായി കാണപ്പെടുന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടി മാത്രമാണ് നമ്മളെ ഉരുക്കുശാലയിൽ ഇട്ടിരിക്കുന്നത്. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വായിച്ചാൽ 2 കൊരിന്ത്യർ 3:18. ആ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം അവനെ പോലെ ആയി തീരണമെങ്കിൽ കഷ്ടതയുടെ തീച്ചൂളയല്ലാതെ വേറൊരു മാർഗവുമില്ല. ദൈവസഭ പൂർണ്ണതയിലേക്ക് പോകുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ സാത്താൻ ഉണ്ടാക്കിയ പരിപാടിയാണ് വിടുതലുകാരെ അഭിഷേകം ചെയ്ത് അങ്ങ് വിട്ടേച്ചാൽ മതി, അപ്പം ഇവർ ശുദ്ധീകരണത്തിൽ നിന്ന് അങ്ങ് മാറി നിൽക്കും, വിടുതലുകാരുടെ പരിപാടി അങ്ങ് നടത്തിക്കൊള്ളും. ആകയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വിടുതലുകാരെ നിങ്ങളുടെ സഭകളിൽ വരുത്തരുത്. വരുത്തിയാൽ വിളക്കപ്പെരുക്കോ കാണും. ഞാൻ ദൈവത്തിൻ്റെ ദാസനായി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പന പോലെ പറയുകയാണ്, ഈ വിടുതലുകാർ ദൈവത്തിൽ നിന്നാൽ അയക്കപ്പെട്ടവരല്ലവേ അല്ല. സാത്താനാൽ അഭിഷേകം ചെയ്തപ്പെട്ട് ദൈവസഭയുള്ളവരുടെ പൂർണ്ണതയുടെ പ്രവൃത്തിയെ തടയുവാനായി വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നവരാണവർ. നാം എന്തു ചെയ്യണം? കഷ്ടത വന്നാൽ, പ്രയാസം വന്നാൽ മറ്റ് സഹോദരന്മാർ തമ്മിൽ കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ, ആശ്വസിപ്പിക്കാൻ തുടങ്ങട്ടെ, ആശ്വാസത്തിൻ്റെ പാട്ടുകൾ പാടട്ടെ. അപ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ഓരോരുത്തരും സാക്ഷ്യം പറയുന്നത് കാണുവാൻ കേൾക്കും. ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയട്ടെ. എൻ്റെ കൊച്ചമ്മ, എൻ്റെ അമ്മച്ചിയുടെ ഇളയ സഹോദരി, എൻ്റെ അമ്മച്ചി ഇപ്പോൾ കർത്താവിൽ ശ്രമിക്കുന്നു. ആ കൊച്ചമ്മ മേക്കുഴൂര് ഒരു വലിയ മൂർഖൻ പാമ്പ് കടിച്ച് അബോധാവസ്ഥയിലായി. അപ്പോൾ മനസ്സിലായി ഒരു മൂർഖൻ പാമ്പാണ് കടിച്ചതെന്ന്. അപ്പോൾ മൂർഖൻ പാമ്പ് അവിടെ അടുത്ത ഒരു ഈടിയിലെ ഇവിടെ ഉണ്ട് എന്നുള്ളവർക്ക് മനസ്സിലായി. അതിനടുത്ത് അതിനടുത്തൊരു വിഷകാരിയുണ്ട്. വിഷകാരി വന്ന് പറഞ്ഞു, ഞാൻ ഈ മൂർഖൻ പാമ്പിനെ കൊണ്ടുവന്ന് ഇതെല്ലാം ചെയ്തോളാം. അവർ പറഞ്ഞു, അതൊന്നും അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങളപ്പോൾ കരിങ്കുറ്റിക്കലാണ്. അപ്പോൾ ഞങ്ങളെല്ലാം വിവരം അറിയിച്ചു. ഞാനൊരു ബാലനാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൊച്ചമ്മ മയങ്ങിക്കിടക്കുകയാണ്, ഒരു നീല നിറം പോലെ ആയിരിക്കുകയാണ്. അടുത്തുള്ള വിഷകാരി വന്ന് പറഞ്ഞു, ഞാനിതെല്ലാം ഉണ്ടേ പറഞ്ഞു, അതൊന്നും പാടില്ല. ഒരു ദിവസം പ്രാർത്ഥിച്ചു,
ഒരു പ്രാവശ്യമില്ല, എല്ലാവരും പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ട്. രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം ഉച്ചയായപ്പോൾ മയങ്ങിക്കിടന്ന കൊച്ചമ്മ എഴുന്നേറ്റ് ഒന്ന് ഛർദ്ദിച്ചപ്പോൾ ആ വിഷമെല്ലാം മുഴുവനും കൂടെ ഛർദ്ദിച്ചു എഴുതായിട്ട് അന്യഭാഷ പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റിട്ട് എല്ലാവരും കൂടെ ആത്മാവിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. ആ വിഷകാരി അപ്പോഴും അവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു. മരിച്ചുപോയി എന്ന് പറഞ്ഞു. അവൻ കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, നിങ്ങളുടെ ദൈവം എത്ര വലിയ ദൈവമാണ്. സ്തോത്രം. അങ്ങനെയുള്ള എത്രയോ അനുഭവങ്ങളുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ അനുഭവങ്ങളുള്ളവരാണ്. ആകയാൽ എൻ്റെ പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത്, ഈ പുതിയ വർഷത്തിൽ കഷ്ടതയുടെ തീച്ചുള മുൻപാകെ നിൽക്കുവാൻ കർത്താവേ എനിക്ക് കൃപ തരണമേ എന്ന് പറഞ്ഞ് നമ്മൾക്കൊന്ന് പ്രാർത്ഥിക്കാം. അത് രോഗമായിക്കൊള്ളട്ടെ, പണത്തിൻ്റെ പ്രയാസമായിക്കൊള്ളട്ടെ, നിന്ദയായിക്കൊള്ളട്ടെ, അപമാനങ്ങളായിക്കൊള്ളട്ടെ. ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? എൻ്റെ മുഖത്ത് ആരെങ്കിലും എന്നെ ഒരുപാട് മോശമായി സംസാരിച്ചാൽ ഞാനൊന്നിനും മറുപടി പറയുകയില്ല. ഞാനൊരു പ്രാവശ്യം കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്നെ ഒരു ഇതാണ്, ആരെങ്കിലും മുഖത്തൊരു കുറച്ച് ചള്ള എടുത്തെറിഞ്ഞാൽ നമ്മളത് ഉടനെ അത് കൈകൊണ്ട് തൂക്കാൻ പോയാൽ പേപ്പർ കൊണ്ട് തൂക്കാൻ പോയാൽ കൈയൊക്കെ എന്താവും? അഴുക്കാവും. അതിന് പകരം വെറുതെ അങ്ങ് മൗനമായി അങ്ങിരുന്നാൽ 1-2 ദിവസം കഴിയുമ്പോൾ ഉണങ്ങി തന്നെത്താനെ എന്തു ചെയ്യും? അങ്ങ് പോകും, ഇല്ലയോ? നമ്മളതിനെ നീതീകരിക്കാൻ പോയാൽ എന്തു ചെയ്യും? നമ്മുടെ കയ്യും അഴുക്കാവും, ഇതെല്ലാം പറയാം. അതവിടെ ഇരുന്നോട്ടെ. സ്തോത്രം. പിതാവ് അനുവദിച്ചിട്ടില്ലയോ? ആ നിന്ദയോ അപമാനമോ അവിടെ ഇരുന്നോട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് തന്നെത്താനെ എന്തു ചെയ്യും? അങ്ങ് വീണു പോവും. അന്നേരം അവിടെ ഒന്നും കാണുകയില്ല. സ്തോത്രം. നമ്മുടെ പിതാവ് അനുവദിക്കാതെ ആരും നമ്മളെ നിന്ദിക്കുകയില്ല. നമ്മുടെ പിതാവ് അനുവദിക്കാതെ ആരും അപമാനമായിട്ടൊന്നും പറയില്ല. പിതാവെ, നീ അനുവദിച്ചിട്ടാണല്ലോ ആ സഹോദരൻ എനിക്കെതിരായിട്ട് അങ്ങനെ പറയുന്നത്, ആ സഹോദരി എനിക്ക് അങ്ങനെ പറയുന്നത്. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം. ആ സഹോദരനെ സ്നേഹിപ്പാൻ എനിക്ക് കൃപ നൽകണമേ, ആ സഹോദരിയെ സ്നേഹിപ്പാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ എത്രമാത്രം രൂപാന്തരപ്പെടുമെന്നറിയാമോ? ആകയാൽ പ്രിയമുള്ളവരെ, ഈ കാലം തീരാറായ ഈ സമയത്ത് കർത്താവിൻ്റെ തിരുസഭ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വാസ്തവമായി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് നിന്നെ പോലെ ആയിത്തീരണം. ഹല്ലേലൂയ. കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ യാത്ര ചെയ്ത് നിന്നെ പോലെ ആയിത്തീരണം. യഥാർത്ഥ വചനത്തിനനുസരണമായി മുൻപോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാ ദിവസവും അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയമുണ്ടല്ലോ. ആകയാൽ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിപ്പാനായി പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, നമുക്ക് ദൈവവചനം ധാരാളമായിട്ട് അറിയാം. എന്നാൽ ആ അറിയാവുന്ന വചനങ്ങളെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാകുന്ന തീയിൽ അതിനെ പാചകം ചെയ്ത് ഭക്ഷിച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ ബലമായി മാറും. സ്തോത്രം. നമ്മുടെ ഫ്രിഡ്ജിലുള്ള ആഹാരങ്ങൾ നമ്മൾ പാചകം ചെയ്ത് കഴിക്കുന്നത് പോലെ നമ്മുടെ ബുദ്ധിയിൽ കർത്താവ് തന്നിരിക്കുന്ന വചനങ്ങളെ നമുക്ക് ആത്മാവിൽ പാചകം ചെയ്തൊന്ന് കഴിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിപ്പാനായി തുടങ്ങിക്കാട്ടെ. ഹല്ലേലൂയ. അല്പനേരം നമ്മൾ പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പനേരം നമ്മൾക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾക്ക് വരുന്ന പരിശോധനയിൽ കർത്താവേ നിൽപ്പാൻ എനിക്ക് കൃപ നൽകണമേ. സ്തോത്രം, സ്തോത്രം.